ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപ്പതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാധിപീയൂഷ സർവവേദൈകസത്ഫല സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകദൃക്പ്രദ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്തോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായത്തെ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മദ്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. അസാധു സാധുദാദായിൻ അതിനിച്ചോച്ചതാകര ഹാനമുഞ്ച കദാചിന്മാം പ്രേംനാ ഹൃത്കണ്ഠയോ സ്പൃഹ. गिरिन्द्रा श्रीमद् भागवतम की जय. शिल प्रभुपाद की जय. गुरु महाराज की जय. अनंत कोटि वैष्णव वृंद की जय. नताय गौर सिद्धनाथ प्रेमानंदी. हरि हरि बोल. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത്തിലെ മൂന്നാമത്തെ സ്കന്ധം 7-ാം അധ്യായം 12-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വിതുരര് മൈത്രേയ മുനിയോട് കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തില് ചോദ്യങ്ങൾ ചോദിച്ചതിന് മൈത്രേയ മുനി മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് നോക്കാം. ശ്ലോകം 12. സവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവത്ഭക്തിയോഗേന തിരോധത്തെ സനൈഹ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. അവിടെ മലയാളം ട്രാൻസ്ലേഷൻ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാൻ സഹായിക്കുക പ്ലീസ്. So translation: but that misconception of self-identity can be diminished gradually by the mercy of the personality of Godhead Vasudeva through the process of devotional service to the Lord in the mode of attachment. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ കണ്ടത് ഇതാണ്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളിവിടെ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു മിസ് ഐഡന്റിഫിക്കേഷൻ ആണ്. നമ്മളെ തെറ്റായ രീതിയിൽ നമ്മളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ആ ഐഡന്റിഫിക്കേഷനാണ് എല്ലാത്തിനും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാരണമാകുന്ന കഷ്ടങ്ങൾക്കെല്ലാം കാരണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ ഇനി ഈ 2 ശ്ലോകങ്ങളിൽ 12, 13, 14 ശ്ലോകങ്ങളിൽ
മൈത്രേയ മുനി അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സവൈ നിവൃത്തി ധർമ്മേന വാസുദേവാനുകമ്പയ, വാസുദേവന്റെ അനുകമ്പ കൊണ്ട്, അതായത് കൃപ കൊണ്ട് അല്ലെങ്കിൽ മേഴ്സി കൊണ്ട്, ഭഗവത് ഭക്തി യോഗേന, ആ യോഗ അല്ലെങ്കിൽ ഭക്തിയോഗം മുഖേന അല്ലെങ്കിൽ ഭക്തിയോഗം കാരണം അല്ലെങ്കിൽ അതുകൊണ്ട്, തിരുദ്ധോത്തേ ശനൈർ ഇഹ, അപ്പം ഈ ഗ്രാജുവലി നമ്മുടെയുള്ള ഈ ഒരു എക്സിസ്റ്റൻസ് ഗ്രാജുവലി നമുക്ക് നമ്മുടെ ഈ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഈ മിസ് ഐഡന്റിഫിക്കേഷൻ എന്ന ആ ഒരു ക്ലേശന, ആ ഒരു കാര്യത്തിനെ ഡിമിനിഷ് ചെയ്യാൻ പറ്റും. തിരോധ എന്ന് പറഞ്ഞാൽ കളയുക, തിരോധത്തെ അതിനെ കളയാൻ സാധിക്കും ഗ്രാജുവലി ഇൻ ദിസ് എക്സിസ്റ്റൻസ്. അതാണ് എന്തുകൊണ്ടാണ് ഭക്തിയോഗേന, ഭഗവാൻ പരമപുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഭക്തിയോഗേന എന്ന് പറയുമ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട്, എങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ സ്ലോലി അല്ലെങ്കിൽ ഗ്രാജുവലി, അതായത് ഒരു എന്താണ് ഗ്രാജുവലി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താ പറയുക, ക്രമേണ നമുക്കതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. സോ അതാണ് ട്രാൻസ്ലേഷൻ. മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് വായിക്കാമോ ട്രാൻസ്ലേഷൻ? വായിച്ചിട്ട് മതി. വിവർത്തനം. ജയശ്രീ പ്രഭുവാദ്. പക്ഷേ സ്വത്വത്തിന്റെ തിരിച്ചറിയലിനെ കുറിച്ചുള്ള ആ മിഥ്യാസങ്കല്പം വിരക്തിയുടെ പ്രവർത്തന രീതിയിലുള്ള ഭക്തിയുത സേവന പ്രക്രിയയാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ കാരുണ്യത്താൽ ക്രമാനുഗതമായി ക്ഷയിച്ചു വരും. Yes, correct. So by the service to the Lord in the mode of detachment, അവരുടെ വിരക്തിയുടെ ഭാവത്തിൽ നമുക്കതെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതാണ് അവിടെ നമുക്ക് സവൈ നിവൃത്തി ധർമ്മേന, നിവൃത്തി എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. സോ ഓക്കെ, ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ആരെങ്കിലും വായിച്ചാട്ടെ. ആരാണ് വായിക്കേണ്ടത്? വായിച്ചാട്ടെ മാധവജി. ഭാവാർത്ഥം ശീലപ്രഭുപാദി. ഭൗതികാസ്തിത്വത്തിന്റെ ചാഞ്ചല്യ ഗുണം അത് വരുന്നത് ദൈവമായി തീരാനുള്ള തത്വശാസ്ത്ര അഭ്യൂഹങ്ങളുടെ ഭൗതിക പ്രേരണയാൽ പദാർത്ഥവുമായി ചേർന്നുണ്ടാകാവുന്ന തിരിച്ചറിവിൽ നിന്നോ ഒരുവന്റെ സ്വയം ചിന്തയിൽ നിന്നോ ആണെങ്കിലും ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്താൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ കാരുണ്യം കൊണ്ട് ദൂരീകരിക്കാൻ കഴിയും. ഒന്നാം ഖണ്ഡത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഭഗവാൻ വാസുദേവന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവന് പരിശുദ്ധ ജ്ഞാനം കൈവരികയും അത് അവനെ വളരെ പെട്ടെന്ന് ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പങ്ങളോട് വിരക്തനാക്കുകയും അവന്റെ സാധാരണ അവസ്ഥയിലുള്ള ആത്മീയാസ്തിത്വത്തെ നവീകരിക്കുകയും അങ്ങനെ അവൻ ആ ജീവിതത്തിൽ തന്നെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമാകുന്ന ഭൗതിക കാറ്റുകളിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്യും. ഭക്തിയുത സേവനത്തെ കുറിച്ചുള്ള ജ്ഞാനം ഒന്നു മാത്രമേ ഒരുവനെ മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് ഉയർത്തുകയുള്ളൂ. എല്ലാം അറിയുക എന്ന ലക്ഷ്യം വെച്ചുള്ള അറിവിന്റെ വികസന പ്രവർത്തനം ഭക്തിയുത സേവനം കൂടാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിഷ്ഫലമായി തീരും. ഭഗവാൻ വാസുദേവൻ ഭക്തിയുത സേവനത്താൽ മാത്രമാണ് സംതൃപ്തനാകുക. ഭഗവാന്റെ പരിശുദ്ധരായ ഭക്തന്മാരുമായുള്ള സഹവാസത്താൽ അദ്ദേഹത്തിന്റെ കാരുണ്യം സാക്ഷാത്കൃതമാകും. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും ഫലകാംക്ഷ പ്രവൃത്തികളുടെയും ദാർശനിക അനുമാനങ്ങളുടെയും ഫലം അറിയാനുള്ള ആഗ്രഹം ഉൾപ്പെടെ അതീന്ദ്രിയങ്ങളായിരിക്കും. ഒരുവന് ഭഗവാന്റെ കാരുണ്യം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പരിശുദ്ധ ഭക്തന്മാരോട് സഹവസിക്കണം. അത്തരം സഹവാസത്തിന് മാത്രമേ ഒരുവനെ എല്ലാ തലത്തിലും ചാന്തല്യമുള്ള ഘടകങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ ഒരു ഭാവാർത്ഥമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശിലപ്രഭുപാദ ഇവിടെ സ്പഷ്ടമാക്കുന്നു, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ ഓരോന്നും ഭഗവാനുമായിട്ട് ലിങ്ക് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ അതിനുള്ള മഹത്വം ഉണ്ടാവുകയുള്ളൂ. സോ അതാണ് പറയുന്നത്, the curing quality of the material existence which comes from the identification with matter or from thinking oneself under the material influence of philosophical speculation to be God can be eradicated by devotional service to the Lord
by the mercy of the personality of Godhead Vasudeva. ഈ രണ്ട് കാര്യങ്ങൾ ഭഗവാനോടുള്ള ഭക്തിയുത സേവനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഈവൻ നമുക്കറിയാം ശ്രവണം, കീർത്തനം, സ്മരണം, ഏതെങ്കിലും നമ്മളൊന്ന് അഡോപ്റ്റ് ചെയ്താലും നമുക്കത് ധാരാളമായിട്ട് പോകും. ഈ 9 കാര്യങ്ങളാണ് നമുക്ക് ഭഗവാനോടുള്ള ഭക്തി ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പ്രഹ്ലാദ് മഹാരാജാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതിൽ തന്നെ നമുക്ക് അത് അറിയാം. അതായത് 2 പേരുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ടുള്ള എക്സിസ്റ്റൻസിന്റെ മിസ്കൺസെപ്ഷൻ, അല്ലെങ്കിൽ അവർക്ക് ഭഗവാന്റെ യഥാർത്ഥ അസ്തിത്വത്തെ മനസ്സിലാക്കാത്ത 2 വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഒന്ന് സനത് കുമാരന്മാരും 2 സുഖദേവ ഗോസ്വാമിയും. അവർ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇവൻ ഭഗവാന്റെ പാദത്തിലെ അർപ്പിച്ച തുളസിയുടെ ഗന്ധം മണത്തുകൊണ്ട് അവരുടെ ആ മിസ്കൺസെപ്ഷനെ അവർക്ക് മാറ്റാൻ സാധിച്ചു. അല്ലെങ്കിൽ ഇവൻ ഭഗവാനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻ കൂടെ അവർക്ക് മാറ്റാൻ സാധിച്ചു. നമ്മുടെ ഈ പറഞ്ഞ ഭൗതികപരമായ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മിസ് ഐഡന്റിഫിക്കേഷനെ മാറ്റുന്നതിന് നമുക്ക് ഭഗവാന്റെ സേവനം കൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട്. ശ്രീ പ്രഭുപാദ് ഇവിടെ ഫസ്റ്റ് ക്യാൻഡോ 1-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹേതുകി അപ്രതീഹത സയാത്മാസു പ്രിയാത്മാസു പ്രസീദതി. ആ ശ്ലോകത്തെ കുറിച്ചിട്ടും അതിൽ 1-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചിട്ട് ഇവിടെ ശ്രീ പ്രഭുപാദ് പറയുന്നുണ്ട്. As discussed in the first canto, because the application of devotional service to Lord Vasudeva invites pure knowledge. It quickly detaches one from the material conception of life and thus revives one's normal condition of the spiritual existence even in this life, and frees one from the material winds which cause one to cure. സോ അങ്ങനെ പലതരത്തില് ജീവിതങ്ങളിൽ ഇങ്ങനെ കറങ്ങി പോകുന്നതിൽ നിന്ന് നമ്മളെ ഈ ഭഗവാനോട് ചെയ്യുന്ന ഭക്തിയുത സേവനം നമ്മളെ അതിൽ നിന്ന് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്കറിയാം ശ്രീമദ് ഭാഗവത്തിലെ 1-ാം സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ധർമ്മസ്വനിഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോത്പാദയേത് യതിരതിം ശ്രമ ഏവഹി കേവലം. അതെല്ലാം ഒരു ജസ്റ്റ് നമ്മളുടെ എൻഡവർ മാത്രമായി മാറുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങൾ മാത്രമായി നിഷ്ഫലമായി മാറുകയാണ് ചെയ്തത്. അതും ശ്രീല പ്രഭുപാദ് ഇതിന് താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. അതായത് the development of knowledge for the purpose of knowing everything without rendering devotional service is considered fruitless labor, and one cannot get the desired result by such labor of love. ഇവ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യഥാർത്ഥമായ, അതായത് ഭഗവാന്റെ ശ്രദ്ധയെ ആകർഷിക്കാത്ത പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അത് വെറും ശ്രമം മാത്രമായിരിക്കും എന്ന് നമുക്ക് ഭാഗവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഇവിടെ അവസാനം ലാസ്റ്റ് ശ്രീലപ്രഭാത് പറയുന്നത്, പ്യുവർ ഡിവോട്ടി ഓഫ് ദ ലോർഡ് ആർ ട്രാൻസെൻഡന്റൽ ടു ഓൾ മെറ്റീരിയൽ ഡിസയേഴ്സ്, including the desires for the results of fruitive activities and philosophical speculation. If one wants to acquire the mercy of the Lord, he has to associate with pure devotees. Such association alone can by degrees release one from the curing elements. അതായത് അവിടെ കാണുന്ന നമുക്ക് ഭക്തിയുത സേവനം പോലും യഥാർത്ഥമായിട്ട് നമുക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുകയാണ്. അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസിൽ കൂടി മാത്രമേ നമുക്കതിന് സാധിക്കത്തുള്ളൂ. നമ്മൾ ഭക്തന്മാരിൽ നിന്ന് കുറച്ച് നാൾ പോലും അകന്നു നിൽക്കാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ വ്യത്യാസം നമ്മളുടെ ഭക്തിയുത സേവനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ അസോസിയേഷനിൽ കൂടി നമ്മൾക്ക് ഇൻസ്പിറേഷൻ ലഭിക്കുകയും ആ ഇൻസ്പിറേഷനിൽ കൂടി നമുക്ക് വീണ്ടും വീണ്ടും ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകം 13 നമുക്ക് പോകാം. യദേന്ദ്രിയോ പരാമോ അഥ ദ്രഷ്ട്രാത്മനി പരേഹരോ വിലിയന്തെ തദാ ക്ലേശ സംശുപ്തസ്യേവ കൃഷ്ണസഹ. Translation purport by Srila Prabhupada ki jai. Srila Prabhupada. When the senses are satisfied in the seer super soul, the personality of Godhead, and merge in him, all miseries are completely vanquished as after a sound sleep. So, when the senses are satisfied in the seer super soul, the personality of Godhead, and merge in him, all miseries are completely vanquished as after a sound sleep. അതായത് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മളുടെ
സർവ്വക്ഷണവും മാറുന്നത് പോലെ ഇവിടെ ഇവിടെ പറയുന്നത് പ്രളയത്തിന് ശേഷം ഭഗവാനിൽ ചെന്ന് എൻട്രി ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അതിന്റെ വിവർത്തനം ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് ആരെങ്കിലും മലയാളത്തിൽ? ഹരേ കൃഷ്ണ പ്രഭു. വിനീത് പ്രഭു ആണ്. പ്രഭു, ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തായിരുന്നു. അത് ഡിസപ്പറിംഗ് മെസ്സേജ് ഓപ്പൺ ആയതുകൊണ്ട് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പൊ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഓ, അത് കഷ്ടമാണ്. ദയവായിട്ട് ആരും അങ്ങനെ ചെയ്യരുത്. കാരണം അത് വീണ്ടും ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ മാതാജി 72 hours ആക്കിയില്ലേ അത്? അതിനുശേഷമാണ് പ്രഭു ആക്കിയത്. അപ്പോ അതുവരെയുള്ളതെല്ലാം അതിന് മുമ്പ് മനസ്സിലായി. ക്ഷമിക്കാം. ഓക്കെ. ട്രാൻസ്ലേഷൻ അവിനീത് പ്രഭു വായിച്ചിട്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. മുകളിൽ വിവരിച്ചതുപോലെ മലയാളം വിവർത്തനം വായിച്ചിട്ട് ഭാവാർത്ഥം വായിച്ചിട്ട്. വിവർത്തനം. ദൃഷ്ടാവായ പരമാത്മാവിലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിലെ ഇന്ദ്രിയങ്ങളെല്ലാം സംതൃപ്തമായി അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്നപ്പോൾ ഒരു സുഖനിദ്ര കഴിഞ്ഞാൽ എന്നതുപോലെ സകല ദുഃഖങ്ങളും കഴുകിക്കളയപ്പെട്ടു. ഹരേ കൃഷ്ണ. ഓക്കെ ഫൈൻ. ഓക്കെ. ഭാവാർത്ഥം വായിച്ചിട്ട്. ഭാവാർത്ഥം. മുകളിൽ വിവരിച്ചതുപോലെ ജീവസത്തയുടെ ചാഞ്ചല്യങ്ങൾക്ക് നിദാനമാകുന്നത് ഇന്ദ്രിയങ്ങളാകുന്നു. ഇന്ദ്രിയ സംതൃപ്തി ഉദ്ദേശിച്ചുള്ള മുഴുവൻ ഭൗതികാസ്തിത്വത്തിന്റെയും പ്രവർത്തന മാധ്യമം ഇന്ദ്രിയങ്ങളാകയാൽ നേർനിലയിൽ നിൽക്കുന്ന ആത്മാവിന്റെ ഇളക്കങ്ങൾക്ക് കാരണമാകുന്നത് ഇന്ദ്രിയങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ആയതിനാൽ ഇന്ദ്രിയങ്ങളെ ഭൗതിക വസ്തുക്കളിൽ നിന്നും മുക്തമാക്കുക. നിർവ്യക്തികവാദികളുടെ അഭിപ്രായ പ്രകാരം ആത്മാവ് പരമാത്മാവായ ബ്രഹ്മത്തിൽ ലയിക്കുന്നതോടെ ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു. ഭക്തന്മാർ അവരുടെ ഭൗതികേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തുന്നില്ല. പക്ഷേ അവർ തങ്ങളുടെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ സേവനങ്ങളിൽ വ്യാപൃതമാക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അറിവ് വിളയിക്കാൻ നിലമൊരുക്കുന്നതിനു വേണ്ടി ഭൗതികേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാം. കഴിയുമെങ്കിൽ അവയെ ഭഗവത് സേവനത്തിൽ നിരതമാക്കുകയും ചെയ്യാം. ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായും അതീന്ദ്രിയങ്ങളാണെങ്കിലും പദാർത്ഥങ്ങളാൽ കളങ്കിതമാകുമ്പോൾ അവയുടെ കർമ്മങ്ങൾ മലിനീകരിക്കപ്പെടുന്നു. ഭൗതിക രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് ഇന്ദ്രിയങ്ങളെ ചികിത്സിക്കാം. നിർവ്യക്തികൾ നിർദ്ദേശിക്കുന്നത് പോലെ അവയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കേണ്ടതില്ല. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ബന്ധമുണ്ടായി അതിൽ സംതൃപ്തമാകുമ്പോൾ മാത്രമേ ഒരുവൻ തന്റെ ഭൗതിക പ്രവർത്തനങ്ങൾ നിർത്തുകയുള്ളൂവെന്ന് ഭഗവത്ഗീത 2:59 പറയുന്നു. അവബോധം പ്രകൃതിയാൽ സദാ സജീവമായിരിക്കുകയാൽ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വികൃതിയായ ഒരു കുട്ടിയെ അവന്റെ പ്രവൃത്തികളിൽ നിന്ന് കൃത്രിമ മാർഗത്തിലൂടെ പിന്തിരിപ്പിക്കുന്നത് ശരിയായ പരിഹാരമല്ല. കുട്ടിക്ക് കൂടുതൽ ആകർഷകമായ എന്തെങ്കിലും പ്രവൃത്തി കൊടുത്താൽ അവൻ വികൃതിത്തരങ്ങളിൽ നിന്ന് തനിയെ പിന്മാറിക്കൊള്ളും. അതേ രീതിയിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ അവയുടെ വികൃതി കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും. നേത്രങ്ങൾ ഭഗവാന്റെ മനോഹര രൂപം ദർശിക്കുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ നാവ് ഭഗവാന് സമർപ്പിച്ചതിനു ശേഷമുള്ള ഭക്ഷണം പ്രസാദം രുചിക്കുമ്പോൾ കാതുകൾ ഭഗവാന്റെ മഹത്വങ്ങൾ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങൾ ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാലുകൾ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഥവാ എല്ലാ ഇന്ദ്രിയങ്ങളും അതീന്ദ്രിയ വൈവിധ്യങ്ങളിൽ നിരതമായിരിക്കുമ്പോൾ അപ്പോൾ മാത്രമേ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാനും എല്ലാവിധ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും മോചിതനാക്കുവാനും ഒരുവന് സാധിക്കുകയുള്ളൂ. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്ന പരമാത്മാവായും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായും ഭൗതിക ലോകത്തിൽ നിന്ന് വിദൂരതയിലുള്ള അതീന്ദ്രിയ ലോകത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ദൃഷ്ടാവായി സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ അതീന്ദ്രിയമായി പരിശുദ്ധമാക്കപ്പെട്ടാൽ ഭഗവാന് നമ്മളെ അനുഗ്രഹപൂർവം വീക്ഷിക്കുവാനും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുത്തുവാനും കാരുണ്യമുണ്ടാകും. അപ്പോൾ മാത്രമേ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി സംതൃപ്തമാക്കുവാനും മേലിൽ ഭൗതികാകർഷണങ്ങളാൽ കുഴപ്പങ്ങളിൽ വീഴാതിരിക്കാനുള്ള പ്രാപ്തി നേടുവാനും ഒരുവന് കഴിയുകയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. സോ ഞാൻ അത് ആക്ച്വലി ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ ഞാൻ റോങ് ആയിട്ടാണ് അത് അർത്ഥം എടുത്തത്. ക്ഷമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥം അത് കറക്റ്റ് അല്ല. കാരണം ഭഗവാന്റെ എന്താ പറയുക, നമ്മൾ ഈ അവസാനം എല്ലാം പ്രളയത്തിന് ശേഷം ഭഗവാനിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്തും ഇതേ ഒരു അനോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു നീണ്ട ഉറക്കത്തിൽ നിന്നുണരുന്ന ഫീലിംഗ് അല്ലെങ്കിൽ പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് വായിച്ച് ഓർമ്മ വെച്ചാണ് ഞാനിവിടെ സൗണ്ട് സ്ലീപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതായിരിക്കുമെന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ് ഇവിടെ വരുന്നത്. ക്ഷമിക്കുക, ഞാൻ പറഞ്ഞത് തിരുത്തുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, അപ്പൊ ഞാനത് വായിച്ചതിലുണ്ടായ ഒരു ഇതാണ്, വെൻ ദ സെൻസസ് ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദ സിയർ സൂപ്പർ സോൾ. അതായത് ഭഗവാനിൽ നിരന്തരമായിട്ട് നമ്മൾ സേവനം അർപ്പിക്കുമ്പോൾ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആൻഡ് മേർജ് ഇൻ ഹിം. അതായത് തൻ്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുമ്പോൾ, ആ ഒരു സേവനത്തിൽ കൂടി ലയിപ്പിക്കുമ്പോൾ, all miseries are completely vanquished as after a sound sleep. ഇവിടെ ശില പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളെയും ഏർപ്പെടുത്തേണ്ടത്. അവിടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ശില പ്രഭുപാദ് പറയുമ്പോൾ നമുക്ക് അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് നമ്മുടെ അംബരീഷ് മഹാരാജാവ് എങ്ങനെയാണ് തൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശില പ്രഭുപാദ ഇവിടെ പറയുന്നത് എന്താണ്, ഓരോ ഇന്ദ്രിയങ്ങളെ കുറിച്ചിട്ടും ഇവിടെയാണ് പറയുന്നത് തൻ്റെ നാവുകൾ ഭഗവാന്റെ, അതായത് when the eyes are engaged in seeing the beautiful form of the Lord, ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി തൻ്റെ കണ്ണുകൾ ഉപയോഗിക്കുമ്പോൾ തൻ്റെ നാവുകൾ പ്രസാദം സേവിക്കാനും തൻ്റെ കാതുകൾ ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ ഗുണഗാനങ്ങൾ കേൾക്കാനും കൈകൾ ക്ഷേത്രങ്ങൾ ക്ലീൻ ചെയ്യാനും അതുപോലെ കാലുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനും ഉപയോഗിക്കുന്നതിനും അങ്ങനെ വിവിധ തരത്തിലുള്ള സേവനത്തിലൂടെ നമുക്ക് ഭഗവാനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കും. സോ അതിനെക്കുറിച്ച് ശില പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലെ 59-ാമത് ശ്ലോകത്തിനെ കുറിച്ചിട്ട് ഇവിടെ ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്, വിഷയാവിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിന രസവർജൻ രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. So though the embodied soul may be restricted from sense enjoyment, the taste for sense objects remains. But ceasing such engagements by experiencing a higher taste, he is fixed in consciousness. അതിന് ശില പ്രഭുപാദ് ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഒരു വാശി പിടിക്കുന്ന കുട്ടികളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നത് അവന് മറ്റൊരു ഉയർന്ന തരത്തിലുള്ള കാര്യത്തിലേക്ക് അവന്റെ അട്രാക്ഷനെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ചാവിയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിയോ അല്ലെങ്കിൽ കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ശ്രദ്ധയെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് മറ്റൊരു പദാർത്ഥം, എന്തെങ്കിലും ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പദാർത്ഥം കാണിച്ചിട്ട് ഇത് നമ്മൾ മേടിക്കുന്നത് പോലെ അതേപോലെയാണ് ഒരു ഹയർ ടേസ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ മാറ്റാൻ സാധിക്കും. ആ ഹയർ ടേസ്റ്റ് എന്ന് പറയുന്നതാണ് ഭഗവാനോടുള്ള സേവനം. ഭഗവാന് വേണ്ടിയുള്ള സേവനം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയായാലും നമുക്കൊരു മടുപ്പ് തോന്നുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ മടുപ്പല്ല വേണ്ടത്. മടുപ്പിന് പകരം നമുക്ക് പൂർണ്ണ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ് ഭഗവത് സേവനം. ഭഗവത് സേവനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടുപ്പ് അനുഭവപ്പെടില്ല. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സംതൃപ്തിയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ചില ഫോഴ്സ് നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ചെറിയ നിർബന്ധിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഭഗവത് സേവനത്തിലേക്ക് നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിനെയാണ് നമുക്ക് സാധന ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ രാഗാനുഗമായിട്ടുള്ള ഭക്തി നമുക്ക് ഇല്ല. നമുക്കത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട് എങ്കിലും നമുക്കതിനെ ഉണർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചില ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഭഗവത് സേവനത്തിലായിട്ട് നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ മറ്റുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശില പ്രഭുപാദ് അവസാനം പറഞ്ഞു നിർത്തുന്നതാണ്, our activities must be so transcendently saturated that the Lord will be kind enough to look upon us favorably and engage us in his transcendental service. Then only can the senses be satisfied completely and be no longer troubled by material attraction. So our activities must be so transcendently saturated that the Lord will be kind enough to look upon us. നമ്മൾ അത്ര പൂർണ്ണമായിട്ട് നമ്മൾ ഭഗവാന്റെ സേവനത്തിലേക്ക് അങ്ങനെ എന്താ പറയാ
നിപതിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആകുന്ന സമയത്ത് മാത്രമാണ് ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഈ രണ്ട് ശ്ലോകങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ പറയാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷൻ ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ടോ? യെസ് ബേബി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഈ 12ാമത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിലെ പരിശുദ്ധ ഭക്തന് വരുന്നതിന്റെ മീനിങ് മഹാഭക്തന് വേണേ പറയാല്ലേ? 12ാമത്തെ ഇപ്പൊ നമ്മൾ ഇന്ന് ഒന്നുകൂടെ പറഞ്ഞ ഒരു മിനിറ്റ്. എന്റെ ഭാവാർത്ഥത്തിൽ ഓക്കെ, ഭാവാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് പരിശുദ്ധ ഭക്തൻ എന്ന് പറയുന്നതിന് പകരം എന്താ പറയുക ഉദ്ദേശിച്ചത്? മഹാഭക്തന് പറയാല്ലേ അവരെ? പറയാമല്ലോ എന്നോ? ആ, അങ്ങനെ വരുമല്ലോ അർത്ഥം. പരിശുദ്ധ ഭക്തന് പറയുമ്പോൾ മഹാഭക്തൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് രണ്ടും നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. പക്ഷെ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധനായ ഭക്തൻ എന്നുള്ളതാണ്. മഹാഭക്തൻ എന്ന് പറഞ്ഞാൽ വലിയ ഭക്തൻ എന്നാവും. വലിയ ഭക്തൻ എന്നുള്ളത് ആ അർത്ഥം അതിനേക്കാൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാക്ക് പരിശുദ്ധ ഭക്തൻ എന്നുള്ളതാണ്. വ്യത്യാസമില്ല മാതാജി, ആ ഒരു രീതിയിൽ സെൻസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മഹാഭക്തൻ എന്ന് നമുക്ക് എടുക്കാം. എന്തിനാണ് മഹാഭക്തൻ ഉപയോഗിക്കണമെന്നുള്ള തോന്നൽ വരാൻ കാരണം എന്താണ് മാതാജിക്ക്? ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു, മഹാഭക്തരുടെ സഹവാസത്തിൽ കഴിയുന്ന ഒരാൾക്ക് മായയിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. അപ്പൊ ഭക്തറിനുള്ള മീനിങ് പരിശുദ്ധ ഭക്തരാണോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും അത് തന്നെ, 100% അത് കറക്റ്റ്. മഹാഭക്തൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ പ്യുവർ ഡിവോട്ടി അല്ലെങ്കിൽ ശുദ്ധഭക്തൻ എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ എടുക്കുന്നത്. താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ. ഭക്തന്മാർ തന്നെ നമുക്കറിയാം 3 തലത്തിലുണ്ട്. 3 തലത്തിൽ എന്ന് പറയുമ്പോൾ കനിഷ്ഠ ഭക്തൻ, കനിഷ്ഠ അധികാരി, മധ്യമ അധികാരി, ഉത്തമ അധികാരി എന്ന് പറയുന്ന 3 തലങ്ങളിലായിട്ട് ഭക്തന്മാരുണ്ട്. അപ്പൊ അതില് ഉത്തം ഭക്തൻ എന്ന് പറയുന്ന വ്യക്തി ആണ് ഇവിടെ ശുദ്ധഭക്തൻ എന്നോ അല്ലെങ്കിൽ മഹാഭക്തൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഭക്തന്റെ അസോസിയേഷനിൽ കൂടിയാണ് നമുക്ക് നമ്മളിലേക്ക് നമുക്ക് ആ ഭക്തി നമുക്ക് ഉണ്ടാവുകയും ഒരു ഭക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടേജിയസ് ആണ്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇരിക്കുന്നവരിൽ എല്ലാവരും വേറെ ഒരാളിൽ കൂടി നമുക്ക് കിട്ടിയതാണ് നമുക്ക് ഭക്തി. നമുക്കല്ലാതെ സ്വയം ഒരു താല്പര്യമുണ്ടായിട്ട് ഭക്തി ചെയ്യാനായിട്ട് ആരംഭിച്ച വ്യക്തികൾ ആരും ഇവിടെ ഇരിക്കുന്നതിനുണ്ടാവില്ല. എല്ലാവർക്കും വേറൊരാൾ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ആയിട്ട് നമ്മൾ വരാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പം അതാണ് അസോസിയേഷൻ എന്നതിനെ കുറിച്ച് പറയാം. നമുക്കറിയാം സാക്ഷാൽ നാരദമുനിക്ക് പോലും ഒരു അസോസിയേഷൻ ചാതുർമാസ്യത്തില് ഭക്തന്മാർ വൈഷ്ണവന്മാർ വന്ന് താമസിച്ചിരുന്ന കുടിലിൽ അവരുടെ കൂടെ അവർക്ക് സേവനം ചെയ്യാനായിട്ട് അമ്മ പോയപ്പോൾ അമ്മയുടെ കൂടെ പോയ 5 വയസ്സുള്ള ബാലൻ എന്ന ഒരൊറ്റ മഹത്വം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ പൊസിഷൻ ലഭിച്ചത്. ആ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കഥയാണ് നാരദമുനിക്ക് ഉണ്ടായ സംശയം. എന്താണ് ഈ ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയെ എന്ന് പറയുന്ന ആ ഒരു കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം അതിൽ പോലും ആ ജീവാത്മാവിന് നാരദമുനിയുടെ ചെറിയ അസോസിയേഷൻ കൊണ്ട് ആ പുഴുവിൽ നിന്ന് പക്ഷിയായിട്ടും പക്ഷിയിൽ നിന്ന് മൃഗമായിട്ടും അല്ലെങ്കിൽ വൃക്ഷമായിട്ടും വൃക്ഷത്തിൽ നിന്ന് മൃഗമായിട്ടും ഇത് അങ്ങനെ നിമിഷ നേരം കൊണ്ട് നാരദമുനിയുമായിട്ടുള്ള അസോസിയേഷനിൽ അദ്ദേഹത്തിനൊരു മനുഷ്യജന്മം ലഭിക്കുകയും മനുഷ്യജന്മത്തിൽ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് അത്രമാത്രം മഹത്തരമാണ് അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും അതിനെ ഒരു കാഷ്വലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫെമിലിയാരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അതിന് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ആക്ച്വലി ഇറ്റ് ട്രാൻസ്ഫോംസ് എ ലോട്ട്. നമ്മളെ ഒരുപാട് അത് ആ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. നമ്മളെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമുക്ക് സഹായിക്കുന്ന കാര്യമാണ് ഭക്തന്മാരുടെ സംഘം എന്ന് പറയുന്നത്. എത്രമാത്രം വലിയ ഭക്തന്മാരെ കുറിച്ച് അന്വേഷിച്ച് നോക്കുക. പ്രഹ്ലാദ് മഹാരാജാവാണെങ്കിലും പിന്നെ ധ്രുവ മഹാരാജാവാണെങ്കിലും അങ്ങനെ എല്ലാവരും അവരുടെ ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് ആണെന്നോ അവർക്ക് എല്ലാവർക്കും ഭക്തി ലഭിച്ചത്. ഈവൻ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിനും
എങ്ങനെയാണ് അത് ലഭിച്ചത്? ഭഗവാന്റെ അതായത് ഭഗവാനെ തന്നെ ദർശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷവും അദ്ദേഹം പരീക്ഷിത് മഹാരാജും സുഖദേവ ഗോസ്വാമിയുമായിട്ടുള്ള അസോസിയേഷനിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പെർഫെക്ഷൻ ലഭിക്കുകയും അതിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തത്. നാരദമുനിയുടെ സ്വന്തം എക്സാമ്പിൾ നോക്കിയാലും ഈവൻ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് ഏത് ഭക്തന്റെ കാര്യം നോക്കിയാലും അവർക്ക് ഈ ഒരു അസോസിയേഷനിൽ കൂടെ അവർക്ക് ഭക്തി ലഭിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അത് നമുക്ക് നാളെ നോക്കാം. കുറച്ചു അവിടെയും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന്റെ ഭഗവത് നാമജപത്തിന്റെയും ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെ വർണ്ണങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പറയുന്നത്. നമുക്കത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ആർക്കും ഒന്നും ചോദിക്കില്ല. ഡിസ്കഷൻ എനി പോയിന്റ് ഫർദർ? ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ग्रंथराज श्रीमद् भागवतम की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय, निताय गौर सिद्धनाथ प्रेमानंदी। हरि हरि।